ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കിയ വലിയ അഡിക്ഷൻ ഒരു പക്ഷേ ലഹരി ആയിരിക്കും. പക്ഷെ സത്യത്തിൽ ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ ഉണ്ട്. ഗെയിം അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ. ലഹരിയുടെ മേലെയാണത്. ലഹരിക്ക് താഴെയുള്ള അഡിക്ഷനും ഉണ്ട്. ഷോപ്പിംഗ് അഡിക്ഷനാണ് ഏറ്റവും ചെറിയ അഡിക്ഷൻ. ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിക്ക് വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ സൂപ്പർ മാർക്കറ്റിക്കാണ് കയറിയിട്ട് ആ കൊട്ടയും വലിച്ചുകാണ്ട് ഇങ്ങനെ നടന്നുകാണ്ട് കാണുന്നതൊക്കെ അതിക്ക് ഇങ്ങനെ എടുത്തിട്ടിട്ട് ബില്ലടക്കുക. ആവശ്യമൊന്നുമില്ല, കണ്ടപ്പോൾ എടുക്കുക തന്നെ. അവസാനം കീശയിലുള്ള കായ് തികയില്ല, അപ്പോൾ കാർഡ് എടുത്ത് കൊടുക്കുക. അതും തികയണില്ല, അപ്പോൾ പിന്നെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നാളെ തരട്ടോ എന്ന് പറയാം. ഏറ്റവും ചെറിയൊരു അഡിക്ഷനാണത്. സൂപ്പർ മാർക്കറ്റിലേക്ക് പോണതിന് കുഴപ്പമൊന്നുമില്ല. പോണതിന് മുമ്പ് നമുക്ക് എന്തേ സാധനം വേണ്ടതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് വേണം. എന്നിട്ട് പോയിട്ട് ആവശ്യമുള്ള സാധനം വില കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതും നോക്കി തിരഞ്ഞെടുക്കണം. വില കുറയണം, അത് നമ്മളെ സാമ്പത്തികത്തിൻ്റെ ഭാഗമാണ്. അതേ സമയത്ത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്താൽ ജീവിതത്തിൻ്റെ നിലവാരം കുറയുമെന്നാണ്. ക്വാളിറ്റി ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആൾ ക്വാളിറ്റി ഉള്ള ആളായിരിക്കും. ക്വാളിറ്റി കുറഞ്ഞ വസ്തു ഉപയോഗിക്കുന്ന ആൾ ക്വാളിറ്റി കുറഞ്ഞ ആളും ആയിരിക്കുമെന്നാണ്. അതുകൊണ്ട് ക്വാളിറ്റിയിൽ നിലവാരത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, വിലയിൽ കോംപ്രമൈസ് ഉണ്ടാവും വേണം. കാരണം അത് നമ്മളെ സാമ്പത്തികത്തെ ബാധിക്കും. അപ്പം അങ്ങനെ. അപ്പം ഏറ്റവും ചെറിയ അഡിക്ഷൻ ഷോപ്പിംഗ് അഡിക്ഷനാണ്. ഏറ്റവും വലിയ അഡിക്ഷൻ ഗെയിം അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിലാണ് ശരിക്ക് ലഹരി അഡിക്ഷൻ ഉള്ളത്. അതേസമയത്ത് ഇന്നത്തെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബോധവൽക്കരിക്കേണ്ടത് ലഹരി അഡിക്ഷനെ കുറിച്ചാണ് എന്ന് മാത്രം. അത് ബുദ്ധിയെ താറുമാറാക്കുന്നതാണ്. അപ്പൊ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമം എന്നതിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ് ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്. മുസ്ലിങ്ങൾ പരസ്പരമുള്ള സാഹോദര്യബന്ധം തകരാൻ 3 കാരണങ്ങളാണ്. ഒന്ന് കളിയാക്കലാണ്, രണ്ടാമത്തേത് സ്വന്തം ശരീരത്തെ ആക്രമിക്കലാണ്, ഇനി മൂന്നാമത്തത് പറയാം. മൂന്നാമത്തതാണ് വളരെ പ്രധാനപ്പെട്ടത്. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. നിങ്ങളാരും നിങ്ങളുടെ സഹോദരങ്ങളുടെ ടൈറ്റ് പേര് വിളിക്കരുതേ. എൻ്റെ വക ഒന്നുമില്ല കേട്ടോ, ഖുർആൻ ഓതി അർത്ഥം വെച്ചതാണ്. നിങ്ങൾക്ക് ഇന്നോട് ഈറൊടിച്ചിട്ട് ഒരു കാര്യമില്ല, ഇന്നോട് ദേഷ്യം വന്നിട്ട് കാര്യമൊന്നുമില്ല. ഖുർആൻ ഓതി അർത്ഥം വെച്ചതാണ്. വലാ തനാബസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. മുഅ്മിനീങ്ങൾക്കിടയിലുള്ള സാഹോദര്യ ബന്ധം തകർക്കും ടൈറ്റ് പേര് വിളിച്ചാൽ. ഇന്ന് നമുക്കിടയിൽ ചില ആളുകളുടെ ഒറിജിനൽ പേര് എന്താണെന്ന് പോലും അറിയാത്ത തരത്തിൽ ടൈറ്റ് പേര് വ്യാപകമാണ്. ഓമനപ്പേരല്ല ഉദ്ദേശിച്ചിട്ടോ, അത് വിളിച്ചോളി, കുഴപ്പമൊന്നുമില്ല. സ്ഥാനപ്പേരും അല്ല ഉദ്ദേശിച്ചത്, അതും വിളിച്ചോളി, അതിനും കുഴപ്പമില്ല. സ്ഥാനപ്പേരല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ലഖബലം എന്ന് പറഞ്ഞാൽ സംഗതിയിൽ ഓമനപ്പേരാണ്. പക്ഷെ ഇവിടുത്തെ ഉദ്ദേശം ഓമനപ്പേരല്ല, അതിന് കുഴപ്പമില്ല. കുഞ്ഞുട്ടിയോലേര് എന്ന് വിളിക്കണതിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞാപ്പുവാജി എന്ന് വിളിക്കണതിന് കുഴപ്പമില്ല. അത് ഓമനപ്പേരാണ്. വിളിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും സന്തോഷം ഉണ്ടെങ്കിൽ ഒരു വിരോധമില്ല. അല്ലെങ്കിലും പേര് വിളിക്കുമ്പോൾ വിളിക്കണവന് ഇഷ്ടപ്പെട്ട പേരല്ല വിളിക്കേണ്ടത്, കേൾക്കണവന് ഇഷ്ടമുള്ള പേരാ വിളിക്കേണ്ടത്. വിളിക്കുന്ന ആൾക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ടാവും. വിളിക്കുന്നവന് ഇഷ്ടപ്പെട്ട പേരിനെയല്ല നല്ല പേരെന്ന് പറയുന്നത്. കേൾക്കുന്നവന് കേൾക്കാൻ ഇഷ്ടമുള്ള പേരാണ് നല്ല പേര്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള കോണിപ്പടിയാണ് അവന്റെ പേരെന്നാണ്. ഏതൊരു മനുഷ്യന്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവന്റെ പേര് സഹായിക്കുമെന്നാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരും 3ാം ക്ലാസ്സുകാരാണെന്ന് വിചാരിച്ചോളി, ഞാൻ 3ാം ക്ലാസ്സിലെ ഉസ്താദുമാണ്. അങ്ങനെ വിചാരിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങളെല്ലാവരും ഇപ്പം 3ാം ക്ലാസ്സിലാണല്ലോ, ഞാൻ 3ാം ക്ലാസ്സിലെ ഉസ്താദാണ്. അപ്പോൾ 3ാം ക്ലാസ്സിലെ ഉസ്താദ് കുട്ടികളോട് പറയാണ്, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുവരീന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആരേലും ഒരാൾ പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുവരീന്ന് പറഞ്ഞാൽ ആരും നീച്ചൂല. എല്ലാവരും കരുതും അത് മറ്റോ പോയിക്കോളും, ആരേലും ഒരാളല്ലേ, അതോ പോയിക്കോളും. അതേ സമയത്ത് അബ്ദുറഹ്മാൻ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരീന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ എഴുന്നേൽക്കലും പോകലും നിർബന്ധമാകും.
ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാനുള്ള കോണിപ്പടിയാണ് അയാളുടെ പേര്. പരിചയപ്പെടുന്ന ആളുകളുടെ ഒക്കെ പേര് ചോദിക്കണം എന്നാണ്. പേര് ചോദിച്ച ആളുകളെ മഹ്ശറയിൽ കണ്ടുമുട്ടുമെന്നാണ്. ചിലപ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റിക്കോണമെന്നൊന്നുമില്ല. എല്ലാവരും കൂടിയും പേരെങ്ങനെ ആലോചിക്കുക? എനിക്ക് തീരെ കഴിയാത്തൊരു പരിപാടിയാണ്. ഒരിക്കൽ കണ്ട ആളെ പിന്നെ ഒരിക്കൽ കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ആയത്തു ഹദീസൊന്നും മറക്കൂല, പക്ഷെ ആൾക്കാരെ മറക്കും. പിന്നെ ഗൾഫിലൊക്കെ ചെന്നാൽ ചില ആൾക്കാർ 2-3 ദിവസമൊക്കെ ഓരോ വണ്ടിയിൽ നടന്നിട്ടുണ്ടാവും. പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആളെ ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇന്ന അറിയില്ലേ എന്ന് ചോദിക്കും. ശരിക്കും പരിചയപ്പെടാൻ നിങ്ങൾക്ക് ഇന്ന അറിയില്ലേ എന്ന് ചോദിക്കാൻ പറ്റൂല എന്നാണ്. ഞാൻ ഇന്ന ആളാന്ന് പറയാണ് വേണ്ടത്. ശരിക്ക് ഒരാളെ നമ്മൾ കാണുമ്പോൾ കുറച്ചാലായിട്ട് തന്നെ കണ്ടിട്ടെന്ന് വെച്ചാൽ ശരിക്ക് അസ്സലാമു അലൈക്കും ഇന്ന മനസ്സിലായോ എന്നല്ല ചോദിക്കേണ്ടത്. പിന്നെ അസ്സലാമു അലൈക്കും ഞാൻ സാലിം ഫൈസിയാണ് എന്നാണ് പറയേണ്ടത്. അതാണ് ശരിയായ പരിചയപ്പെടൽ. കുറെ ഗൾഫീർ പ്രത്യേകിച്ച് എന്ത് ചെയ്യും? അസ്സലാമു അലൈക്കും മനസ്സിലായില്ലേ എന്ന്. ഇല്ല മനസ്സിലായില്ല. നിങ്ങൾക്കൊന്നും ഇപ്പം മനസ്സിലാവൂലേ എന്ന്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ ഞാൻ ഇന്ന ആളാന്നാണ് പറഞ്ഞാൽ കുറേ എന്തേലും വെറുതെ മനുഷ്യന്മാരെ അടങ്ങാറാക്കേണ്ട കാര്യം എന്താ? അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയല്ല പരിചയപ്പെടേണ്ടത്. സ്വന്തത്തെ ആദ്യം പരിചയപ്പെടുത്തണം. ഞാൻ ഇന്ന ആളാണ് എന്ന് പറയാൻ ഒരാൾക്ക് കഴിയുക, അത് വലിയൊരു സംഭവമാണ്. അപ്പം എന്താ വെച്ചാൽ പേരിനെ പറ്റി പറഞ്ഞതാണ്. ഏതൊരു മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിലേക്ക് കയറി ചെല്ലാൻ അവൻ്റെ പേര് സഹായകമാകുമെന്നാണ്. അത് വാപ്പട്ട പേര്. പിന്നെ സ്ഥാനപ്പേര് വിളിക്കുക. പിന്നെ വിളിക്കുകയാണെങ്കിൽ ഫൈസി എന്ന് ചുരുക്കി വിളിക്കുക. സ്ഥാനപ്പേരാണത്, അത് വിളിക്കുക. അതേപോലെ ഓമനപ്പേരും വിളിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പറഞ്ഞ പേര് അതൊന്നുമല്ല, നമ്മളായിട്ടിട്ട പേര് അതുണ്ടാവും ചിലത്. 4ാം ക്ലാസ് പഠിക്കണ സ്കൂൾ പഠിക്കണ കുട്ടി ഒരു ദിവസം സ്കൂളിട്ട് വന്നപ്പോൾ വാപ്പാട് പറഞ്ഞു, വാപ്പാ ഞങ്ങളെ ഹെഡ്മാഷ എല്ലാവരും ചേനത്തലേന്നാ വിളിക്കല്. അതിൽ വാപ്പ പറയാണ്, എന്ത് ചേനത്തലേന്നാ വിളിക്കല്? അതിൽ വാപ്പ പറഞ്ഞു കൊടുത്തു, അങ്ങനെ അയാൾക്ക് പറ്റിയ പേരെന്നാണ് അത് എന്ന്. എന്നിട്ട് ഞാൻ കുട്ടി ഇവനെ സിറാത്ത് പാലം കിടക്കണ സമയത്ത് കയ്യമ്മ പിടിച്ചും മണ്ടണത്തരെ. ഏത് ഗുരുനാഥനെ ചേനത്തല എന്ന് വിളിച്ച ആ കുട്ടി നടക്കുക പരിപാടി. അതപ്പം തന്നെ തിരുത്തണം. മോനെ ആര് വിളിച്ചാലും വാപ്പാൻ്റെ കുട്ടി വിളിക്കരുത് കിട്ടോ എന്ന് അപ്പം തന്നെ പറയാൻ വേണ്ടി പറ്റണം. പരിഹാസങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കണതാണ്, ടൈറ്റ് പേരൊക്കെ നമ്മൾ പഠിപ്പിക്കണതാണ്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ ആവുമ്പോൾ പിന്നെ അങ്ങനെ പറഞ്ഞാലല്ലാതെ പിന്നെ എങ്ങനെയെന്ന് പറയും. അല്ലാതെ എത്രോട്ടം പറഞ്ഞാലോ അറിയാച്ചാൽ അത്രോട്ടം പറയാനാണ് തീരുമാനിക്കണം. അതിപ്പോൾ ഞാൻ മാത്രം വിളിക്കാതിരുന്നിട്ട് എന്താ കാര്യം? നനക്ക് മാത്രം വിളിക്കാതിരുന്ന എന്താ പറ്റുക? ലവുമാണല്ലോ. എല്ലാവരും വിളി നിർത്തിയിട്ട് വേണം എനിക്ക് വിളിക്കാൻ നിർത്താൻ എന്നൊന്നും തീരുമാനിക്കണ്ടല്ലോ. അനക്ക് മാത്രമാണ് വിളിക്കണ്ടെന്ന് തീരുമാനിച്ചാലും സംഗതി നന്നാവും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്കിടയിലുള്ള ബന്ധം തകർക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ടൈറ്റ് പേര് വിളിക്കൽ, നിക്നെയിം, പേര് ഉപയോഗിക്കുക എന്നത്. അതുകൊണ്ട് ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ആ പേര് വളരെ ചീത്തയുമാകുന്നു, ഈമാനിന് ശേഷം ചെയ്യുന്ന തമ്മാടിത്തരവുമാകുന്നു. തമ്മാടിത്തരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ടൈറ്റ് പേര് വിളിക്കൽ. അപ്പോൾ ബന്ധങ്ങൾ ധാരാളമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള ബന്ധം എന്ന് പറയുന്നത്. വേറൊരു ബന്ധമാണ് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളോട് മക്കൾക്കുള്ള കൊടുക്കുക. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളി കേട്ടോ, വെള്ളം ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളി. ബക്കറ്റ് പിരിവാണല്ലേ നമുക്ക്, അതും അതിൻ്റെ ഇടയിൽ നടന്നോട്ടെ. ചിലപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ നീച്ചു പോയാൽ ഓലരുന്ന് കായിട്ടൂല. അപ്പം അതുകൊണ്ട് ബക്കറ്റ് പിരിവും ആ വെള്ളത്തിൻ്റെ കൂടെ നടന്നോട്ടെ. ഏതായാലും ഇപ്പോൾ ഒരു കലപോലെ ഉണ്ടാവും, ആ കൂട്ടത്തിൽ രണ്ടും കഴിഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ കായ് എടുത്ത് കൈ പിടിച്ചോളി, അതിൻ്റെ ഒപ്പം വെള്ളം കിട്ടുമോ വാങ്ങിയിട്ട് കുടിക്കുകയും ചെയ്താളി ട്ടാ. ഇൻഷാ അല്ലാഹ് രണ്ടും നടന്നോട്ടെ. അന്ത ഉമ്മുൻ ചൊല്ലി, അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു
മുഹമ്മദുർ റസൂലുള്ളാഹ്. ശ്രദ്ധിക്കുക മുഅ്മിനീങ്ങളെ. അപ്പോൾ ബന്ധങ്ങൾ കുറേ ഉണ്ട്. ബന്ധമുള്ളവരെയാണ് ബന്ധു എന്ന് പറയുന്നത്. ബന്ധമുള്ള ആൾക്കാർക്കാണല്ലോ നമ്മൾ ഈ ബന്ധു എന്ന് പറയാം. പിന്നെ ബന്ധു എന്ന് നമ്മൾ ഇന്ന് അർത്ഥം വെക്കുന്നത് വേറെ അർത്ഥത്തിലാണ്. അതിലേക്ക് ഞാൻ വരാം. ബന്ധമുള്ള ആൾക്കാർക്കൊക്കെ ബന്ധു എന്ന് പറയും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള സാഹോദര്യ ബന്ധം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബന്ധമാണ് മാതാപിതാക്കളോട് മക്കൾക്കുള്ള ബന്ധം. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം നിലനിൽക്കാൻ 10 കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. എന്നാലാണ് ബന്ധം നിലനിൽക്കുക. ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കൾക്ക് സലാം പറയലിനെ വ്യാപിപ്പിക്കണം. നമ്മളൊക്കെ പറയുന്നുണ്ട്, അത് ഒന്നുകൂടി ഉഷാറാക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഉമ്മാക്കും വാപ്പാക്കും